കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പ്ലീസ് ട്രൈ അഗെയിൻ ലേറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലേറ്റർ ആയിട്ട് വന്നിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്താണ് കിട്ടിയത്, അതിൻ്റെ ബാക്കിയാണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് കം ഓൺ, ചെക്ക് ചെയ്ത് നോക്കാം. ലാസ്റ്റ് നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്നുള്ള ഒരു ലേറ്റസ്റ്റ് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് 2 ചോദ്യം ചോദിച്ചിരുന്നു. ആ 2 ചോദ്യത്തിനും സർവർ ഈസ് ബിസി പ്ലീസ് ട്രൈ അഗെയിൻ ലേറ്റർ എന്നാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഉത്തരം തരുന്നുണ്ടോ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ DeepSeekൽ ക്വസ്റ്റ്യൻ നമ്മൾ ലോഗിൻ ചെയ്ത് സെയിം ചാറ്റ് ഹിസ്റ്ററി ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ആ സെയിം ക്വസ്റ്റ്യന് ഒന്നുകൂടി റീജനറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. ആസ് ഓഫ് ഫെബ്രുവരി 2025 വരെയുള്ള ഡാറ്റ. ഓക്കെ, ഫെബ്രുവരി 2025 ഡാറ്റ പ്രകാരം ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നുള്ളത് കൃത്യമായ ഡാറ്റ നമുക്ക് തന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു, കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചിരുന്നു. അതും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം, കറക്റ്റ് ആൻസർ തന്നെയാണോ തരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഒക്ടോബർ 2023 വരെയുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് തന്നത്. ഒക്ടോബർ 2023 കണക്ക് പ്രകാരം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളത് കൃത്യമായ ഡാറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം റിയൽ ഡാറ്റ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി DeepSeekയോട് ഒന്ന് ചോദിച്ചു നോക്കാം. നമുക്കതൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് അത് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാമല്ലോ. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ഡെയിലി ടാസ്കിനൊക്കെ ഉപയോഗിക്കാമല്ലോ. ഞാൻ ആദ്യം ക്യാൻ യു ജനറേറ്റ് ഇമേജ് എന്ന് ചോദിക്കാം. അതായത് ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ തന്നെ പറഞ്ഞ് നോ എന്ന്. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഐ കനോട്ട് ജനറേറ്റ് ഇമേജ്, ഐ ആം എ ടെക്സ്റ്റ് ബേസ്ഡ് AI മോഡൽ. ഓക്കെ, നമുക്കറിയാം ChatGPT അതേപോലെ ഗൂഗിൾ ജെമിനി ഒക്കെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള AI ചാറ്റ് ബോട്ട് തന്നെയാണ്. അപ്പോൾ DeepSeek ആയാലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നെയാണ്. ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റാസ് മാത്രമാണ് നമുക്ക് കിട്ടുക. വീണ്ടും അതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ക്യാൻ യു റീഡ് വീഡിയോ ഫയൽ ഡാറ്റ എന്ന് ചോദിച്ചു. ഞാൻ ഈ ചാറ്റ് ബോട്ടിൽ വന്നിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടിനും അത് സാധിക്കില്ല, AI ടെക്സ്റ്റ് ബേസ്ഡ് ചാറ്റ് ബോട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഫോട്ടോ ജനറേറ്റ് ചെയ്യാനും ഇമേജ് ജനറേറ്റ് ചെയ്യാനും ഈ ഒരു ചാറ്റ് ബോട്ട് കിട്ടില്ല എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയുടെ ഫയൽ അതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയുടെ ലിങ്കോ കൊടുത്താൽ ഡാറ്റ കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കി. ക്യാൻ യു റീഡ് വീഡിയോ ഫയൽ ഡാറ്റ ഇഫ് ഐ അപ്ലോഡ് എനി വീഡിയോ ഓർ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ അതിനും നോ എന്നുള്ള ആൻസർ തന്നെയാണ് തന്നത്. ബട്ട് ആ ഡാറ്റ എനിക്ക് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് അതിലെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്യാൻ യു റീഡ് അറ്റാച്ച്ഡ് ഇമേജ് ഫയൽ എന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ അവിടെയും നോ എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അതെന്താണെന്നുള്ളൊരു ഡൗട്ട് വന്നില്ലേ. അപ്പോൾ ആ പ്ലസ് ബട്ടൺ എന്തിനുള്ളതാണ് അത് നമുക്ക് ചോദിച്ചു നോക്കാം. വാട്ട് ഈസ് ദ പ്ലസ് ബട്ടൺ എൻ്റർ ബട്ടൺ എന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താണ് നമുക്ക് പറയുന്നതെന്ന് നോക്കാമല്ലോ. ഓക്കെ, ദിസ് പ്ലസ് നിയർ ബട്ടൺ യൂസ് ബൈ ദ അപ്ലോഡ് ഫയൽ ഓർ അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് അതേപോലെ ഡോക്യുമെൻ്റ് ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ ഡാറ്റാസ് ഒന്ന് റീഡ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള കണ്ടന്റ് നമുക്ക് തരും. ആ ഡാറ്റാസ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പ്ലസ് ബട്ടൺ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഞാൻ വീണ്ടും അതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ക്യാൻ യു എക്സ്ട്രാക്ട് ഇമേജ് ഫയൽ എന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, നേരത്തെ ഞാൻ ജനറേറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് മനസ്സിലാകാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞ് ചോദിച്ചു നോക്കാം, എന്താണ് വരുന്നത് നോക്കാം. ഓക്കെ, ഇമേജ് എക്സ്ട്രാക്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴും നോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് അതിലെങ്ങനെയാണ് ഡാറ്റ കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റർ ആഡ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ അപ്ലോഡിങ് 100% എന്നാണ് കാണിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ടില്ല. താഴെ ക്യാൻ യു റൈറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഫോർ ദിസ് ആഡ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഓക്കെ, ബട്ട് എനിക്കിപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അവിടെ അപ്ലോഡ് ആകത്തോണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്ത് വീണ്ടും ഒന്ന് റീ അപ്ലോഡ് ചെയ്ത് നോക്കാം. പക്ഷേ ഇവിടെ റീ അപ്ലോഡ് കംപ്ലീറ്റ് ആകത്തോണ്ട് എനിക്കിവിടെ താഴെയുള്ള എയറോ മാർക്കല്ല, നമ്മൾ എൻ്റർ അടിക്കുന്ന ആ ഒരു ബട്ടൺ അത് എനബിളായി കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യുമ്പോൾ ആ ബ്ലൂ ബട്ടൺ എനബിളായി കിട്ടുന്നുണ്ട്, പക്ഷെ അല്ലാത്ത സമയത്ത് അത് എനബിൾ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അത് അപ്ലോഡിങ്ങിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യോ അല്ലെങ്കിൽ സെർവർ ബിസിയോ ആയിരിക്കാം. നമുക്കത് പിന്നെയും ട്രൈ ചെയ്ത് നോക്കാം. അതൊന്ന് ക്യാൻസൽ ചെയ്ത് വേറൊരു പ്രോംപ്റ്റ് ചോദിക്കുകയാണ്, ക്യാൻ യു ക്രിയേറ്റ് എ മലയാളം വോയിസ് ഓവർ കണ്ടന്റ് ഫോർ വീഡിയോസ്. ഓക്കെ, ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഒരു മലയാളം വോയിസ് ഓവർ കണ്ടന്റ് തരുമെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാം. നോ എന്നാണ് നമുക്ക് തന്നത്. നോ, ഐ കനോട്ട് ഡയറക്ട്ലി ക്രിയേറ്റ് മലയാളം വോയിസ് ഓവർ ഫോർ വീഡിയോസ് യെസ് ഐ ആം ടെക്സ്റ്റ് ബേസ്ഡ് AI മോഡൽ. ഓക്കെ, നേരത്തെ നമ്മൾ ചോദിച്ചപ്പോൾ കിട്ടിയ അതേ ആൻസറാണ്. ബട്ട് ഇവിടെ ആക്ച്വലി നോ എന്ന് പറഞ്ഞത്, അതായത് മലയാളം വോയിസ് ഓവർ ആയിട്ടുള്ള ഒരു MP3 ഓഡിയോ ഫയൽ നമുക്ക് തരില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ബട്ട് നമുക്ക് ആ കണ്ടൻറ്റ് ഒരു ടോപ്പിക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വോയിസ് ഓവർ കണ്ടൻറ്റ് നമുക്ക്
ഇതിൽ തരുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിച്ചാൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ DeepSeek AI കുറിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ ചോദിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ കൃത്യമായി ചോദിച്ചു നോക്കുക. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെ ഔട്ട്പുട്ട് കിട്ടണം, എന്തൊക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അതൊക്കെ കൃത്യമായി മെൻഷൻ ചെയ്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ആൻസേഴ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് കാണാം. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിത് 2-3 വർഷങ്ങളായി സ്ഥിരമായി AI റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ChatGPT ഒക്കെ ഇറങ്ങിയത് മുതലേ ഡെയിലി യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. DeepSeek AI വന്നിട്ട് വെറും കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ DeepSeek AIയിലും ഏകദേശം ChatGPTന് കിട്ടുന്ന അതേപോലെ തന്നെയുള്ള ഡാറ്റാസ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും പിന്നെ ഒരു പ്രോബ്ലമായിട്ട് തോന്നിയത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ച് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുമ്പോഴേക്ക് സെർവർ ബിസി എന്നാണ് കാണിക്കുന്നത്. മേ ബി ഇത് എല്ലാവരും ഇപ്പോൾ ഒരേ സമയത്ത് തന്നെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അത് കുറച്ച് അതിൻ്റെ റഷ് ഒന്ന് ഒഴിവാകുന്ന സമയത്ത് ഇത് ക്ലിയർ ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് DeepSeek AIയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോയും കൂടി കാണുക. അതിൻ്റെ ഫോളോ അപ്പ് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഇതിന് നെക്സ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ ഈ കമ്പ്യൂട്ടറിൽ ഇത് പ്രോംപ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കൂടി നെക്സ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടി നിങ്ങൾ വാച്ച് ചെയ്യുക. വീഡിയോ കണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡെയിലി ടാസ്കുകൾ എപ്പോഴും അപ്ലൈ ചെയ്ത് നോക്കുക. ഡെയിലി ടാസ്കുകൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കിത് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് AI ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. മുഹമ്മദ് ഷഫീഫ്, വയർലെസ് മീഡിയ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ എക്സൈറ്റിംഗ് ടോപ്പിക്. താങ്ക് യു.